കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ഈ സായാഹ്നത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ചിന്തിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവജനത്തിനും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവചനത്തെ അറിയിക്കുകയാണ്. കർത്താവിന്റെ തിരുനാമത്തെ കുറിച്ച് നമ്മൾ പ്രഭാതത്തിലെ സെക്ഷൻ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. ഈ നാമം ഉരുത്തിരിഞ്ഞു വന്ന വഴി, ഇത് ഏകസത്യ ദൈവത്തിന്റെ നാമമാണ്. എവിടെ നിന്നാണ് ഈ നാമം ഉരുത്തിരിഞ്ഞു വന്നത്? കുട്ടികളല്ലേ, ഈ നാമം എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത്? ദൈവത്തിന്റെ ശക്തിയും കഴിവും പ്രവൃത്തിയും ആധാരമാക്കിയിട്ടാണ് ഈ നാമം യഹോവ എന്ന നാമത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത്. മാത്രമല്ല, അങ്ങനെ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ട ദൈവം ഇസ്രായേൽ മക്കളെ തന്റെ മഹത്വമുള്ള ഭുജത്താൽ വീണ്ടെടുത്ത് കനാൻ ദേശത്തെത്തിച്ച് മഹത്വമുള്ളതും നിലനിൽക്കുന്നതുമായ എന്നേക്കുമുള്ളതുമായ നാമത്തെ സമ്പാദിച്ചു. ആ നാമമാണ് യേശു. അപ്പോൾ വെളിപ്പെട്ടത് യഹോവ ഒരു പ്രവൃത്തി ചെയ്തതോടുകൂടി തന്റെ മഹത്വമുള്ള ഭുജം, ദൈവത്തിന്റെ കഴിവും പ്രവൃത്തിയും സ്വഭാവവും മറ്റു വശത്തുകൂടി വെളിപ്പെടുത്തിയതോടുകൂടി യഹോവ 40 വർഷം കൊണ്ട് ആരായി തീർന്നു? യേശുവായി തീർന്നു. ഈ യേശു എന്ന നാമമാണ് മറിയയിൽ ജനിച്ച ശിശുവിനെ വിളിക്കാനിടയായി തീർന്നത്. അങ്ങനെ യേശുവിന് ഈ നാമം വിളിച്ചു. യേശു ജീവിച്ചു. പിതാവായ ദൈവത്തിന് എന്തെല്ലാം പ്രവൃത്തിയും സ്വഭാവവും കഴിവുമുണ്ടോ അതെല്ലാം യേശു വെളിപ്പെടുത്തി. ദൈവത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ യേശുവിലുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്ത് പറയാൻ കഴിയും? യേശുവിന്റെ ദൈവത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ യേശുവിലുണ്ടായിരുന്നു? പിന്നെ യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതല്ല. അപ്പോ പിതാവായ ദൈവത്തിന്റെ വചനം ആയിരുന്നു യേശുവിനുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ എത്ര വന്നത്. അപ്പോൾ യേശുവിൽ പിതാവിന്റെ ഇഷ്ടം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. പിതാവിന്റെ നാമം യേശുവിൽ ഉണ്ടായിരുന്നു. പിതാവിനോട് കേട്ടുപിടിച്ചവൻ എൻ്റെ അടുക്കൽ വരും. കാരണം യേശുവിന്റെ ശബ്ദം പിതാവിന്റെ ശബ്ദമായിരുന്നു. ഇങ്ങനെ പിതാവിന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമ്മൾ എവിടെ കാണുന്നു? യേശുവിൽ കാണുന്നു. അത് യേശു വെളിപ്പെടുത്തിയതോടുകൂടി പിതാവിന്റെ നാമത്തിന് അർഹനായി തീർന്നു. അങ്ങനെ യേശു ക്രിസ്തു വന്നത് AD 33
പുത്രന്റെ നാമമായി തീർന്നു. തുടർന്ന് യേശു സ്വർഗാരോഹണം ചെയ്തു, പാപപരിഹാരം കഴിച്ചു, യാഗം കഴിച്ചു, രക്തത്തലി നടത്തി, ശുശ്രൂഷ തെളിച്ചതോടുകൂടി യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായി ഭൂമിയിലേക്ക് വന്നു, ജീവിപ്പിക്കുന്ന ആത്മാവായി. അന്ന് മുതൽ ഈ നാമം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമായി തീർന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പോരാ. എന്ത് ചെയ്യണം? ഈ യേശുക്രിസ്തു എന്നത് പിതാവിന്റെ നാമമാണെന്നും പുത്രന്റെ നാമമാണെന്നും പരിശുദ്ധാത്മാവിന്റെ നാമമാണെന്നും ആ സ്നാനപ്പെടുന്നവൻ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുമ്പോൾ ചോദ്യം നമ്മൾ വന്നത്, ഇത് പിതാവിന്റെ നാമമാണെന്ന് അറിഞ്ഞാൽ അവൻ എന്ത് കിട്ടും? പിതാവായ ദൈവത്തിന് യേശുവിനോടുള്ള എന്ത് സ്നേഹം ഉണ്ടായിരുന്നു അത് മുഴുവനും തനിക്ക് കിട്ടും. അതുപോലെ യേശു ക്രിസ്തു തൻ്റെ ഉള്ളിൽ വരും. രണ്ടാമത്തത്, പുത്രന്റെ നാമം യേശു ക്രിസ്തു എന്ന് വിശ്വസിച്ചാൽ എന്ത് കിട്ടും? നിത്യജീവൻ അവന് ലഭിക്കും. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവിന്റെ നാമമാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിച്ചാൽ ക്രിസ്തുയേശുവിനെ കുറിച്ച് പൂർണ്ണമായ അറിവും വെളിപ്പാടും ദൈവത്തിന്റെ ജനത്തിന് പരിശുദ്ധാത്മാവ് കൊടുക്കും. അങ്ങനെയാണ് ഇത് ദൈവം മത്തായി സുവിശേഷം 28:19 കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നാമം സ്നാനത്തിൽ അറിഞ്ഞുച്ചരിച്ചില്ലായിരിക്കും. ഇത് ഉപദേശമാണ്. സ്നാനത്തിൽ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാപമോചനമാണ്. സ്നാനത്തിൽ പാപമോചനം നടക്കുന്നു. ആയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം കിട്ടും. പരിശുദ്ധാത്മാവെന്ന് ദാനം കിട്ടും. അങ്ങനെ പാപമോചനം ആ സമയത്ത് സംഭവിക്കണമെങ്കിൽ ഒരാൾ വന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി കാര്യങ്ങൾ പോയി. പക്ഷെ അവിടെ പാപമോചനം സംഭവിക്കണമെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. നിങ്ങൾ ആരായിരുന്നു? പാപത്തിന്റെ ദാസന്മാരായിരുന്നു. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള ഉപദേശമാണ്. ഈ ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. മതി. അപ്പൊ എങ്ങനെയാ പാപമോചനം പ്രാപിക്കുന്നത്? പാപമോചനം പ്രാപിക്കണമെങ്കിൽ ഏറ്റവും ആദ്യമേ തന്നെ ഉപദേശം പഠിക്കണം. രണ്ടാമത്തത്, പഠിച്ച ഉപദേശം എങ്ങനെ അനുസരിക്കണം? ഹൃദയപൂർവ്വം അനുസരിക്കണം. നമ്മൾ ഒരാളുടെ നിർബന്ധത്താലോ അല്ല. ഈ ഹൃദയപൂർവ്വം അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതറിയണം. എന്ത്? ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് പറയുന്നത് എന്താണ്? ഇത് ഓരോന്നിലും വിശ്വസിച്ച് നമുക്ക് എന്ത് കിട്ടും? ഇത് അറിഞ്ഞ് ഹൃദയപൂർവ്വം ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? പാപമോചനം പ്രാപിക്കും. അല്ലാതെ അപ്പോസ്തലപ്രവൃത്തി 2:38 എഴുതിയിട്ടിരിക്കുന്നത് വെച്ച് നമ്മൾ അതിനോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ചെയ്താൽ അതൊരിക്കലും പാപങ്ങളുടെ മോചനത്തിനായി തീരുകയില്ല. പാപങ്ങളുടെ മോചനത്തിനായി തീരണമെങ്കിൽ ഹൃദയപൂർവ്വം അനുസരിക്കണം. ഉപദേശത്തെ ഹൃദയപൂർവ്വം അനുസരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പാപമോചനം ലഭിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഈ സഭയുടെ കാലയളവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ലോകത്തെങ്ങും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം, പുതിയ നിയമസഭ തുടങ്ങിയതിനു ശേഷം ഈ മനുഷ്യരെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നമ്മളെയൊക്കെ എന്തിനാണ് വിളിച്ചത്? അപ്പോസ്തലരുടെ പുസ്തകം
15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എൻ്റെ 13. സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. അപ്പോൾ ദൈവത്തിന്റെ സഭയുടെ ഈ കാലഘട്ടത്തിൽ നമ്മയൊക്കെ സഭയിലുള്ള എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ നാമത്തിന് വേണ്ടിയിട്ട്. ഇല്ല, അവരുടെ നാമത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നാമത്തിന് വേണ്ടി, നാമം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എങ്ങനെയാ പറഞ്ഞേ? ആദ്യം പറഞ്ഞു പഠിച്ചല്ലോ. പ്രവൃത്തി, സ്വഭാവം, കഴിവ്. അപ്പൊ നമ്മൾ ഈ നാമത്തിനായിട്ടാണ് നമ്മൾ വിളിച്ചതെന്ന് പറഞ്ഞു. ഈ നാമത്തിനായിട്ട് വിളിച്ചത് നമ്മൾ ഈ യാത്ര പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം? യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, യേശു ക്രിസ്തുവിന്റെ കഴിവ്. ഇത് മൂന്നും ആർക്കുണ്ടാകണം? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നാം ആരുടെയാ? പറഞ്ഞ് മനസ്സിലായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നാം ആരുടെയാ? നമ്മുടെ. അപ്പൊ ഇന്ന് വരെയും പെന്തക്കോസ്ത് നാൾ വരെയും ഈ നാം ആരുടെയാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത്, ഈ നാമത്തിന് വേണ്ടിയിട്ട് ദൈവം സഭയെ വേർതിരിച്ചിരിക്കുകയാണ്. നമ്മെ വേർതിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി ഓർത്തോളണം. അപ്പൊ ഓർത്തോളണം. ഏതാ? അപ്പോസ്തലർ 15:14. എന്താ കാണാതെന്ന് പറഞ്ഞു? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തന്റെ നാമത്തിന് വേണ്ടി. ഈ നാമത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം ആദ്യം കേൾക്കണം. നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ എവിടെയും പ്രസംഗം കേട്ടിട്ടുണ്ടോ? നല്ല പ്രസംഗമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു. അവിടെ എന്തൊക്കെ മർമ്മങ്ങളാ പറഞ്ഞെന്നറിയോ? എന്ത് മർമ്മ പറഞ്ഞേ? പക്ഷെ ഇതിനകത്ത് ഒരു വിഭാഗമുണ്ട്. ഏത് ഭാഗം? ആ ഭാഗം ഒന്ന് വായിച്ച്. അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 12-ാം വാക്യം. അപ്പോസ്തലരുടെ പുസ്തകം 8:12. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പോ ഈ സുവിശേഷം എന്ത് സുവിശേഷം? യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം. അതിനായി തേജസ്സുള്ള സുവിശേഷം എന്ന് പറയാം. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് ഉരുടാക്കി. തേജസ്സുള്ള സുവിശേഷം. ഇത് മാത്രം. ഇത് കേട്ടിട്ടുണ്ടോ? നമ്മള് ഗംഭീര പ്രസംഗം, അതായത് നല്ല തകർപ്പൻ പ്രസംഗം. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് ഒഴിവാക്കും. ഏത്? നാമത്തിൽ കൂടിയുള്ള രക്ഷ ഒഴിവാക്കിയേക്കണാണ്. അതെന്തിനാ ഒഴിവാക്കിയേ? യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ കാര്യമാണ് അവന്റെ ശത്രുത. എന്നറിയോ? മനുഷ്യനെ പാപത്തിൽ അകപ്പെടുത്തിയതിനു ശേഷം ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ കയറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതാ എന്ന് പറഞ്ഞ് ബന്ധനഴിയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി അല്ലാതെ പിന്നെ എന്തോ ഒരു കഷ്ടപ്പെട്ടെന്നറിയോ? അവൻ ഹവ്വയെ വീഴ്ച അവിടെ ചെന്നില്ലാത്തതൊക്കെ പറഞ്ഞ് വളച്ച് കൂട്ടി ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവരെ പാപത്തിൽ അകപ്പെടുത്തിയതിനു ശേഷം പിന്നെ ഒരൊറ്റ എണ്ണം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ കാലാവസാനത്തോളം പെടുന്നു. അന്നേരമാണ് ദൈവരാൾ വരുന്നത്. കാലാവസാനത്തിൽ യേശു വരുന്നു. പാപ പരിഹാരത്തിന് വരുക. പണിപ്പുറ നോക്കി ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ വിചാരിക്കുന്നത് ഈ പുസ്തകത്തിൽ ന്യായപ്രമാണ പുസ്തകം നോക്കിയിരിക്കുക, ഇവന്റെ വായിൽ നിന്ന് ഒരു തെറ്റ് വരുന്നുണ്ടോ എന്നറിയാം, ഒരു പ്രവൃത്തിയിൽ ഒരു തെറ്റ് വരുന്നുണ്ടോ എന്നറിയാം. ഒന്നും കിട്ടില്ല. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോ അത് ചിലരെയൊക്കെ ഇളക്കി
നാളെ മരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം എന്താ? യേശു മരിച്ചതിന് പിറ്റേ ദിവസം എത്ര? എന്താ? ശബത്താ, ശനിയാഴ്ച. മരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ശബത്താ. അപ്പം അതുകൊണ്ട് മരിച്ച ശവങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല, മരത്തിൽ തൂക്കിടക്കാൻ പാടില്ല, അത് ദേശത്തിന് ദോഷമാണ്. അപ്പം അതുകൊണ്ട് കാര്യമാണ് അവിടെ ചെന്ന് കാലൊടിച്ചെടുക്കുക. അവരുടെ അസ്ഥി അങ്ങ് ഒടിച്ചു കഴിഞ്ഞാൽ, കാലം ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാല് ചവിട്ടി നിന്നിട്ടാണ് ശ്വാസം എടുക്കുന്നത്. മരിക്കാൻ പോകുന്ന ക്രൂശിക്കപ്പെട്ടവൻ അവസാനം ആവുമ്പോഴേക്കും എല്ലാം ഇതായി തീർന്ന് കഴിയുമ്പോഴേക്കും അവൻ കാല് ചവിട്ടി, ആണിയിലാണ് അടിച്ചായിരിക്കുന്നതെങ്കിലും കാല് ചവിട്ടി മൂന്ന് നിന്നുകൊണ്ട് ഒരല്പം ശ്വാസം എടുക്കും. പിന്നെ കുറച്ച് നേരത്തേക്ക് കുഴപ്പമില്ല. ഇങ്ങനെയാണ് മണിക്കൂറുകൾ പിന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആലോചന വന്ന് എന്ന് പറഞ്ഞ് കാലം ഓടിക്കാം. കാലം ഓടിച്ചു കഴിഞ്ഞാൽ ഈ ശ്വാസം എടുക്കാൻ അങ്ങ് നിൽക്കും. അപ്പം പെട്ടെന്ന് ആളിയാവും. കാര്യം പിറ്റേ ദിവസം ശബത്താ, ഇതിലിരിക്കാൻ പാടില്ല. ശത്രുവിൻ്റെ പ്രവൃത്തി നോക്കണം. വന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്തെ കള്ളനെ നോക്കി അവൻ ചത്ത്. അല്ല, അവൻ ജീവനുണ്ട്, കാലൊടിച്ച് വേഗം ചാകാൻ വേണ്ടി. ഇപ്പുറത്തെ കള്ളൻ്റെ കാലൊടിച്ചു, അവൻ താമസിക്കാതെയാവും. ഇവന്റെ കാലൊടിക്കാൻ ചെന്നപ്പോ മരിച്ചായിരുന്നല്ലോ. സപ്പോസ് കാലൊടിച്ചെങ്കിലോ, ഈ ആളുടെ കാലൊടിച്ചെങ്കിലോ, ഈ ആളുടെ കാലൊടിച്ചെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഇരിക്കില്ല. എന്നറിയാമോ? കാരണം അപ്പം പറയും, ഈ പുസ്തകത്തിൽ എഴുതണമെന്നറിയാമോ? നീതിമാന്റെ ആണെങ്കിൽ അസ്ഥി ഒടിയില്ല, നീതിമാന്റെ അസ്ഥി ഒടിയില്ല. അതുകൊണ്ട് സാധ്യമല്ല, ഇവൻ ഹോളി സ്പിരിറ്റ് ആയി തീരില്ല, പരിശുദ്ധാത്മാവായി തീരില്ല. ഒടുക്കത്തെ ആദാം ആരായി തീർന്നു? ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അതാവില്ല കാലൊടിച്ച. കാരണം വചനത്തിന് തെറ്റാ. അതാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പഠിക്കുന്നത്. ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു, പിന്നെ തിരുവെഴുത്തുകളിൻ പ്രകാരം എഴുന്നേറ്റു. ഓരോ വാക്ക് നോക്കിക്കൊണ്ടിരിക്കുക. യേശു ജനിച്ചെങ്കിൽ, യേശു മിസ്രൈമിലേക്ക് യേശുവിനെ പോയി, അപ്പോൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ആരാ? സാത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. വചനത്തിലുള്ള പോലെയാണോ? അല്ലെങ്കിൽ അപ്പം പറയും വചനത്തിൽ അങ്ങനെയല്ല കാണുന്നത്. ആരാ പറഞ്ഞേ? മിസ്രൈമിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചെന്ന് വചനമുണ്ടല്ലോ. ഓ പോയി. അപ്പൊ ജീവിതം മുഴുവനും ഈ ഒരു വ്യക്തിയുടെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് നടന്നെന്ന് ഓർക്കണം. അവസാനം ഒരു പണി നടന്നില്ല, കാലും ഓടിച്ചില്ല, ഒന്നും ഓടിച്ചില്ല. അടക്കപ്പെട്ട് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ പാപങ്ങളുടെ മോചനത്തിനായി അവൻ ലോകത്തിലേക്ക് ഇന്ന് ദൈവത്തിന്റെ ആത്മാവായിട്ട് നിന്ന് വ്യാപരിച്ചുകൊണ്ട് തന്റെ നാമത്തെ വെളിപ്പെടുത്തിയിരിക്കുക. ആർക്കും വരാൻ, ആർക്കും മനുഷ്യവംശം പാപത്തിൽ അകപ്പെട്ടു പോയ കുഴിയിൽ നിന്ന് കയറ്റാൻ അവൻ തയ്യാറായിട്ട് വന്നിരിക്കുക. ഒറ്റ കാര്യം മാത്രം, അവന്റെ നാമം സ്വീകരിക്കണം. അവന്റെ നാമം സ്വീകരിച്ചു കഴിഞ്ഞാൽ നാമത്തിൽ യേശു പാപങ്ങളെ കഴുകും, പാപം സംബന്ധിച്ച് മരിക്കും. മാത്രമല്ല, നാമത്തിലുള്ള വിശ്വാസത്താൽ അവന്റെ ഹൃദയത്തിൽ പുതിയ ജീവനെ കർത്താവ് തരും. ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നവൻ അവനാണ് കർത്താവിന്റെ നാമത്തിൽ ജീവിതം ആരംഭിച്ചവൻ. ഇവനാണ് അടിസ്ഥാനമുള്ളവൻ. ഇല്ലാത്തൊരു അടിസ്ഥാനമില്ല. അതിനാണോ റോമാലേഖനം 15-ാം അധ്യായം വായിക്കും. 15-ാം അധ്യായം എത്രാമത്തെ പതിവാ വായിക്കും? 15-ാം അധ്യായത്തിൽ 20-ാം വാക്യം നോക്കാം. ഞാൻ മറ്റൊരുത്തിന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. ഇന്ന് നമ്മളൊരു കാര്യം, സഭയുണ്ട്, സഭയ്ക്കൊരു ശുശ്രൂഷകനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. സഭയുണ്ട്, സഭയ്ക്കൊരു ശുശ്രൂഷകനുണ്ട്, 100 കണക്കിന് വിശ്വാസികളുണ്ട്. തൊട്ടാൽ തീ പറക്കുന്ന ശുശ്രൂഷയുണ്ട്. ദൈവത്തിന്റെ തെളി വചനം ധാരാളമായി പറയുന്നുണ്ട്.
സൂക്ഷിച്ചു ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാനമില്ല. അപ്പൊ എന്താ അടിസ്ഥാനം തന്നെ? ഈ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പൗലോസിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രത്യേകത, ഒരു സ്ഥലത്തേക്ക് വരുമ്പോ, ഒരു സഭയിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോ കർത്താദാസൻ നോക്കും അടിസ്ഥാനം ഉണ്ടോ. അടിസ്ഥാനം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആ കർത്താദാസൻ അവിടെ നിൽക്കില്ല, സ്ഥലം മാറിപ്പോകും. എന്താ കാരണം? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വേറെ ആളുടെ അടിസ്ഥാനം ഇട്ടതിൽ കയറി പണിയത് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, വല്ലവരുടെ മേരി കയറത്തും വല്ലവരുടെ അടിസ്ഥാനത്തിൽ വലിയ പണി. മറ്റേ യഥാർത്ഥത്തിലുള്ള പണി ഇല്ലല്ലോ. അവിടെ നിന്ന് ആരെങ്കിലും അടഞ്ഞു നിൽക്കണമെങ്കിൽ ഇന്ന് അവരുടെ മുഖം അത്ര സന്തോഷമല്ല. അടുത്ത ആഴ്ച നമ്മുടെ അടുത്തേക്ക് വരാൻ പറയും. ഇതല്ലേ പരിപാടി? ഇത് അതല്ല. അപ്പോസ്തലനായ പൗലോസ് ചെയ്യുമ്പോൾ അടിസ്ഥാനം ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കില്ല. അപ്പൊ പിന്നെ എന്താ അടിസ്ഥാനം? അവരുടെ നാമം അറിയുന്ന ഇടത്തിലല്ല, അവരുടെ നാമം അറിയുന്നതാണത്. മറന്നുപോയത് ഏതാ? 17 റോമാലേഖനം 15:20. ഓർത്തോളണം, ഞാൻ മറ്റൊരാളുടെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിന് കർത്താവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിൽ ഞാൻ പോവില്ല. അത് ഞാൻ തന്നെ പോയിടും. കാരണം വെച്ചറിയാമോ? കാരണം ഒന്നുപോലെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് ഒരു ശുശ്രൂഷയാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാമം വെളിപ്പെടുത്തി അടിസ്ഥാനം എടുക്കാൻ പറഞ്ഞത് ഒരു ശുശ്രൂഷയാണ്. അതെല്ലാവർക്കും കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാന്ന് പറയാം. ഒന്ന് വെറുതെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അപ്പോ ദൈവം അടിസ്ഥാനമിടുന്ന ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ള കർത്താവദാസന്മാര് ദൈവസഭയിലുണ്ട്. അവരാലല്ലാതെ അടിസ്ഥാനം കിട്ടൂല. രാവിലെ ഒരു വൈകുന്നേരം പ്രസംഗിക്കാം, ദൈവകൃപ കിട്ടും, ആത്മാവിനും കാര്യമെല്ലാം ശരി. അടിസ്ഥാനം ഉണ്ടാവില്ല. അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ക്രിസ്തുയേശുവിന്റെ നാമത്തെ ഒരു മനുഷ്യ ഹൃദയത്തിൽ അറിവിലേക്ക് കൊണ്ടുവന്ന് അതിനെ അവരുടെ ഹൃദയത്തിൽ വെളിപ്പാടാക്കി കൊടുക്കണമെങ്കിൽ അത് ദൈവീയ ശുശ്രൂഷയിൽ നടക്കുന്നു. ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ പുതിയ നിയമ സഭയിലേക്ക് കർത്താവ് കൊണ്ടുവന്നാൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നു? അടിസ്ഥാനങ്ങൾ. അതൊരു ശുശ്രൂഷയിൽ അടിസ്ഥാനങ്ങൾ. അടുത്തത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കിയതോടുകൂടി അടുത്ത ഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 20:31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക അനേക അടയാളങ്ങൾ ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. നിങ്ങൾ ആരെന്ന് യേശു ദൈവപുത്രനായ ക്രിസ്തു ആണ് യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അവരുടെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. അവരുടെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. അവരുടെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. അപ്പൊ പാപമോചനം സംഭവിച്ചു, പുതിയ ജീവനും കിട്ടി. ഏതില്? കർത്താവിന്റെ നാമത്തിൽ. ഇതാണ് ഒരു മനുഷ്യന്റെ ക്രിസ്തീയ വിശ്വാസത്തിലെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ അളവുകോൽ വെച്ച്, ഈ വചനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ അളവുകോൽ വെച്ച് നമ്മൾ വ്യക്തികളെ പഠിക്കും, വിശ്വാസികളെ പഠിക്കും, കർത്താവദാസന്മാരെ പഠിക്കും. അടിസ്ഥാനമുള്ളവർ എത്രയുണ്ടെന്ന് പറയാറുണ്ട്. ഈ ദൈവത്തിന്റെ വചനപ്രകാരം അടിസ്ഥാനം എത്രയുണ്ട്? അടിസ്ഥാനം ഉണ്ടോ? അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ഈ അന്ത്യകാലത്ത് അടിസ്ഥാനമില്ലാതെ അനേക ജീവിതങ്ങൾ ആയിരിക്കുമ്പോൾ കൃപയാൽ തന്റെ നാമത്തിന് വേണ്ടി അടിസ്ഥാനമിട്ട് ജീവനെ പ്രാപിച്ച് വളരുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നാം അവനോട് എത്ര നന്ദിയുള്ളവരായിരിക്കും. കർത്താവ് സ്തോത്രം. ഇങ്ങനെ അടിസ്ഥാനമിട്ടു
അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നുവല്ലോ. അതിന്റെ അടുത്ത തന്നെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിന്റെ 2 വചനം താഴത്ത് ക്രിസ്ത്യാനിയായിട്ട് 16 ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം എന്ത് ചെയ്യണം? ധരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ നാമത്തിലുള്ള സുവിശേഷം കേൾക്കണം, ഈ നാമം വെളിപ്പെടണം, ഈ നാമം ധരിക്കണം, ഈ നാമത്തിൽ പാപമോചനം പ്രാപിക്കണം, ഈ നാമത്തിൽ ജീവൻ പ്രാപിക്കണം. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് അവന്റെ ജീവിതം ആണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ നാളിലേക്ക് വേണ്ടി വളരുന്നത്. കർത്താവിന്റെ നാളിലേക്ക് വേണ്ടി വളരുന്നതാ, അങ്ങനെയുള്ളതാ. ഇവിടെ തുടർന്ന് നമ്മൾ പഠിക്കുന്നത് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. ചെയ്യുന്നത് എല്ലാം എങ്ങനെ ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. അവ അതിന്റെ കൂടുതൽ ഏതൊക്കെപ്പെടും? നമ്മൾ ആദ്യം പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ? ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കഴിവ്, ദൈവത്തിന്റെ സ്വഭാവം, ഇത് നമ്മൾ വെളിപ്പെടുത്തണം, ചെയ്യണം. എന്താ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി? നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താ? എഫേസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളായി. എഫേസ്യർ 2-ന്റെ 9-10. ദൈവത്തിന്റെ ദാനമത്ര നാം അവന്റെ കൈപ്പണിയായി 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. കേൾക്കണം, നമ്മൾ കർത്താവിന്റെ നാമത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ത് ചെയ്തിരിക്കുന്നു? മുന്നെഴുതി വെച്ചിരിക്കുക. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയപ്പോൾ അതോടൊപ്പം തന്നെ ഇത് എഴുതി വെച്ചിരിക്കുക. ഏതാ? നമ്മൾ ചെയ്തു തീർക്കേണ്ട പ്രവൃത്തി. അതുകൊണ്ടാണ് കർത്താവിന്റെ അടുത്തത് സ്വഭാവം എന്താണ്? ഗ്രഹവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ദൈവത്തിന് എന്ത് വെളിപ്പെടണം? ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തത വെളിപ്പെടണം, ശുശ്രൂഷ വെളിപ്പെടണം. ഇത് 3 തികയ്ക്കണം. ഇത് 3 തികച്ചു കഴിയുമ്പോഴാണ് കർത്താവ് വചനം പറയുന്നത്, നമ്മൾ വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുക കർത്താവ്. എന്താ പ്രാർത്ഥിക്കണേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമത്തെ നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. 30 ദിവസം പേപ്പറിട്ടവൻ 31-ാമത്തെ ദിവസം അവൻ ആരായി തീർന്നു? കൂലി മേടിക്കാൻ വന്നേക്കുക. ആര് വന്നിരിക്കുന്നു? പേപ്പറുകാരൻ വന്നിരിക്കുന്നു. ഇവിടെ യേശു പിതാവിന്റെ പ്രവൃത്തിയും കഴിവും സ്വഭാവവും വെളിപ്പെടുത്തിയതിനു ശേഷം യേശു പ്രാർത്ഥിച്ചു, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോ സ്വർഗത്തിൽ നിന്ന് എന്ത് പറഞ്ഞു?
മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അതായത് ഈ നാമം നിനക്ക് അവകാശമായി. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ സഭയും ഈ പ്രവൃത്തി വെളിപ്പെടുത്തി. നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ഏതൊക്കെ വെളിപ്പെടുത്തി? സൽപ്രവൃത്തി തീർത്തു, സ്വഭാവം വെളിപ്പെടുത്തി, വിശ്വസത വെളിപ്പെടുത്തി, കഴിവും വെളിപ്പെടുത്തി. കർത്താവിന് പറയാം, കർത്താവേ നിന്റെ നാമത്തെ മഹത്വം വിശുദ്ധീകരിക്കണമേ. ശബ്ദം വല്ലതും കേട്ടോ? ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചു കാണും. കാരണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത നമുക്ക് ആരും ഉണ്ടാവില്ല. സ്വർഗ്ഗസ്ഥനായ പിതാവേ നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണം. അതിനെ ഒരു പതിവായിട്ട് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതല്ല, ഇത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കണം. ആര് കേൾക്കും? ഈ പ്രാർത്ഥിച്ചവൻ കേൾക്കണം. എന്ത് കേൾക്കണം? യേശുവിനോട് എന്താ പറഞ്ഞേ? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുന്നത് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സഭ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കർത്താവ് പറയുകയാണ്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ വിശദീകരിച്ചിരിക്കുന്നു എന്ന് കർത്താവ് സമ്മതിച്ചാൽ ആ സമയം ഈ നാം ആരെയാ പറ ആ സമയം സെക്രട്ടറിയുടെ കൂടെ കൂടിയാ, ആലത്തിനാ ജോർജ് ബ്രദറിന്റെയാ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയാ. ആ സമയത്ത് സഭയെ എടുക്കുന്ന സമയം വരുമ്പോൾ ഈ നാമം അവകാശമാക്കിയവരുടെ കൂട്ടത്തെ എടുക്കാൻ സമയത്ത് യേശുക്രിസ്തു വന്നത് ആരുടെയൊക്കെ നാമം എന്നറിയാവോ? പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ, സഭയുടെ. ഒന്നുകൂടെ പറഞ്ഞേ, ധൈര്യമായിട്ട് പറഞ്ഞോ. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ. എന്നാ പിതാവിന്റെ നാമമായത്? ക്രിസ്തു ജനിക്കുന്നതിന് 1410 വർഷം. പുത്രന്റെ നാമമായത് AD 33. പരിശുദ്ധാത്മാവിന്റെ നാമമായത് പെന്തക്കോസ്ത് നാളിൽ. സഭയുടെ നാമമായത് സഭയെടുത്തപ്പോൾ. ദൈവത്തിന്റെ നാമം സഭയിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. പ്രാർത്ഥനയെങ്കിൽ ദൈവം പ്രസാദിച്ച് ദൈവം വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആരുടെ നാമം കൂടിയായി? സഭയുടെ നാമം. ഇവരാണ് യേശുനാമക്കാര്. ഇതാണ് യേശുനാമക്കാരൻ. ഇവനെയാണ് അങ്ങോട്ട് എടുക്കുന്നത്. വിഷയം എന്താണെന്നറിയാമോ? വിഷയം ഈ നാമം അവകാശമാക്കാത്ത ഒരാൾ പോലും ദൈവസിംഹാസനത്തിൽ ഇരിക്കില്ല. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്നറിയാം? ഏതാ? ദൈവസഭയ്ക്ക് യേശു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനം, ജയിക്കുന്നവന് അവൻ എന്നോട് കൂടി ഇരിപ്പാൻ ഞാൻ വരം നൽകും. എങ്ങനെ? ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ജയിച്ചവൻ, പിതാവിന്റെ നാമത്തെ ജയിച്ച പുത്രൻ പ്രാപിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ തേജസ്കരിക്കപ്പെട്ട ദൈവസഭ അവകാശമാക്കി. ഈ അവകാശം നാം അവകാശമാക്കാത്ത ഒരാൾ പോലും എവിടെ ഉണ്ടാവില്ല? സിംഹാസനത്തിൽ ഉണ്ടാവില്ല. കാരണം നാമത്തിൽ മാത്രമേ പാപം കഴുകിപ്പോകൂ. നാമത്തിൽ മാത്രമേ വീണ്ടും ജനനം നടക്കൂ. നാമത്തിൽ മാത്രമേ അടിസ്ഥാനം ഇടാൻ സാധിക്കൂ. നാമത്തിൽ മാത്രമേ വളർച്ചാ പൂർത്തീകരണം സാധിക്കൂ. നാമത്തിൽ മാത്രമേ മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ് തിരികെ കിട്ടൂ. നാമത്തെ അവകാശമാക്കിയവർക്ക് മാത്രമേ ക്രിസ്തുയേശുവിലൂടെ അവരുടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഇടയാകുകയുള്ളൂ. പോകുക നാം ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിർത്തി വായിക്കാം. എബ്രായലേഖനം 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ
അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനും ഒരുവനല്ലോ പിതാവ്. നിർത്തട്ടെ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും ഒരാളാണ് അപ്പൻ. ഒരാളപ്പൻ. എന്റെയും ഈ സഹോദരന്റെ അപ്പൻ ഒരാളാണെങ്കിൽ ഞങ്ങൾ ആരാ എന്ന് പറഞ്ഞു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും അപ്പൻ ഒരാളാ. വിശുദ്ധീകരിക്കുന്ന ആരാ? ദൈവം. 5:26 വായിച്ച് എഫേസർ 5:26. എഫേസർ 5:26. അവൻ അവളെ അവൻ അവളെ നമ്മൾ വായിച്ചതല്ലാതെ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും ഒരാളാണ് പിതാവ്. അപ്പൊ വിശുദ്ധീകരിക്കുന്നവൻ ആരാന്ന് ചിന്തിക്കുക. വിശുദ്ധീകരിക്കുന്നവൻ ആരാണ്? അവൻ. അവളെ അവളെ എന്ന് പറഞ്ഞാൽ സഭയെ. സഭയെ അവൻ അവളെ സഭയെ, അതായത് ക്രിസ്തു സഭയെ. ക്രിസ്തു സഭയെ. അപ്പൊ വിശുദ്ധീകരിക്കുന്നവൻ ആരാ? ക്രിസ്തു. വിശുദ്ധീകരിക്കപ്പെടുന്ന ആരാ? സഭ. അപ്പൊ സഭയ്ക്കും ക്രിസ്തുവിനും അപ്പൻ ആരാ? ഓ, ഞാൻ പറഞ്ഞല്ലോ എന്റെ അദ്ദേഹത്തിന്റെ അപ്പൻ ഒരാളാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ആരും തന്നെ സഹോദരങ്ങളാ. അപ്പൊ ദൈവത്തിന്റെ സഭയ്ക്ക് അപ്പൻ, വിശുദ്ധീകരിക്കുന്ന യേശുവിന് അപ്പൻ ഒരാള്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആരാ? ഞാൻ യേശു തമ്മിൽ ആരാ? അപ്പൊ സംശയം എന്താ ഈ സംശയം? ഇതല്ലേ ഈ സംശയം? പാടുന്ന യേശു ക്രിസ്തു ദൈവാനന്ദ പ്രസംഗിക്കുന്ന വീഡിയോ ക്ലിപ്പ് കിട്ടുന്നുണ്ട്. യേശു ക്രിസ്തു ദൈവാനന്ദ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടെന്ന് പറഞ്ഞ് വീഡിയോ ക്ലിപ്പ് കേട്ടോ. ഇതുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട് കേട്ടോ? ഒരു പാസ്റ്ററുടെ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കാം. ഞാനും അത് തിരുത്താൻ പോയില്ല, ചെയ്യട്ടെ. കാരണം എന്നെ അറിയാവുന്നവർക്കും ഞാൻ പഠിപ്പിക്കുന്നുണ്ടോന്നുള്ളത് അവർക്കും അറിയാവുന്നവർക്കറിയാം. ക്രിസ്തു യേശു ദൈവമാണെന്ന് സ്ഥാപിക്കാനൊന്നും ഇവരെ കൊണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. നടക്കുന്ന വഴിയുണ്ട് ഈ പുസ്തകത്തിൽ. സായിപ്പ് പഠിപ്പിച്ചു വെച്ചതല്ല. പിന്നെയോ സാക്ഷാൽ യഹൂദൻ ക്രിസ്തു അവന്റെ മേൽനോട്ടത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലുണ്ടത്. അത് ഗ്രഹിക്കണമെങ്കിൽ കൃപ വേണം. അത് ഗ്രഹിക്കണം. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ഒരു അല്ലോ പിതാവ്. അപ്പൊ പത്രോസ് യേശുവിന്റെ ആരാ? യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. 20-ാം അധ്യായത്തിന്റെ 15. യോഹന്നാന്റെ സുവിശേഷം 20:15. ആരോടാന്നറിയാമോ? 20 യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എല്ലാവരും സൂത്രത്തോടെ എടുത്ത് പതുക്കെ വായിച്ചാൽ മതി. തിരക്കൊന്നുമില്ല. കാരണം മനസ്സിലാകണത് ഇത് ആരോടെ പറയുന്നത് അറിയാമോ? മഗ്ദലന മറിയോടാണ് പറയുന്നത്. പട്ടണ മറിയ എന്നറിയപ്പെടുന്ന മഗ്ദലന മറിയോട് ആര് പറയുന്നു? യേശു പറയാം. എന്ത് പറയുന്നു? സ്ത്രീയെ, നീ കരയുന്നത് എന്താ? കല്ലറയിൽ കരഞ്ഞോണ്ട് നോക്കാം. ശിഷ്യന്മാരെല്ലാം പോയി. മറിയയ്ക്ക് പോകാൻ തോന്നുന്നില്ല. സ്ത്രീയെ, നീ എന്നെ കരഞ്ഞോണ്ട് നോക്കുന്നത്. പക്ഷെ കർത്താവാണെന്ന് മറിയ അറിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോ അവള് പറയാണ്, യജമാനെ, നീ അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാം. തോട്ടത്തിന്റെ മുതലാളി അത് വിചാരിച്ചിട്ടാ ചോദിക്കാൻ. നീ അത് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകണം. അപ്പൊ യേശു പറഞ്ഞ തനി ശബ്ദത്തിൽ ചോദിച്ചു, മറിയേ. ആളെ മനസ്സിലായി. ഇരുട്ട് മുഴുവൻ വെളുത്തിട്ടില്ല, മുഴുവൻ പ്രകാശം വന്നിട്ടില്ല. ആ ശബ്ദത്തിങ്കൽ അവള് ഉള്ളു കത്തി, ഗുരു പ്രഭുനി, നീ എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ
പിതാവിന്റെ അടുക്കൽ കയറിപ്പോയി. ഇനി അടുത്തതാണ് എന്നറിയാമോ? നീ ചെന്ന് എന്റെ സഹോദരന്മാരോട് പറയണം. ആരോട് പറയണം? എന്റെ ശിഷ്യന്മാരോടല്ല, എന്റെ ദാസന്മാരോടല്ല, എന്റെ സഹോദരന്മാരോട് പറയണം. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? ഞാൻ പോകുന്നത് എന്റെ ദൈവവും എന്റെ പിതാവും അവരുടെ ദൈവത്തിന്റെ അടുക്കലേക്ക്. അതെ, പത്രോസിന്റെയും ശിഷ്യന്മാരുടെയും ദൈവത്തിന്റെ ദൈവവും യേശുവിന്റെ ദൈവവും ഒരാളും. വായിച്ചു കേൾക്കുക. മാത്രമല്ല എന്റെ പിതാവും അവരുടെ പിതാവുമാണ്. അപ്പൊ ഈ അപ്പോസ്തലന്മാരുടെ പിതാവും യേശുവിന്റെ പിതാവും ആരാ? ഒരാള്. അപ്പൊ അവരുടെ ആരാ? ഒന്ന് പറഞ്ഞേ. ഒന്ന് വായിച്ചേ, അത് മുഴുവൻ വായിച്ചു കേൾപ്പിച്ചേ, തെളിച്ചങ്ങ് വായിച്ചേ. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൾ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു. പറ. യേശു ആരാന്ന് ചോദിക്കുമ്പോ എന്റെ മൂത്ത ചേട്ടനാന്ന് പറയാനേ ഇതിനകത്തും ദൈവം വെളിപ്പെടുത്തണം. ഇതിനകത്തും ദൈവം വെളിപ്പെടുത്തണം. ധൈര്യമായിട്ട് പറയണം, അതെ എന്റെ മൂത്ത സഹോദരനാണ്, മൂത്ത ജ്യേഷ്ഠൻ. അപ്പോൾ തന്നെ അവന്റെ ദൈവവും ഉണ്ട്. അത് നമ്മുടെ പിതാവുവാ. പക്ഷേ അത് ഇവിടെ യേശു പറയുകയാണ്, അവൻ നീ ചെന്ന് പറയും. ഇനി നമ്മൾ അടുത്തേക്ക് വരിക. വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവർക്കും ഒരാളെ പിതാവ്. അപ്പൊ അവൻ അവളെ വധത്തോട് ശ്രദ്ധ നമ്മളെ സ്ഥാനപ്പെടുത്തി തരാം. സ്ഥാനപ്പെടുത്തി തരാം. സ്ഥാനപ്പെടുത്തി തരാം. പക്ഷേ ദാസനെ സ്ഥാനപ്പെടുത്തിയതേ ഉള്ളൂ, പിന്നിൽ പ്രവർത്തിച്ചു തരാം യേശു. അപ്പൊ യേശു കർത്താവിന്റെ ദാസൻ കൂടി ശമൂവേലിനെ കഴുകി അല്ലെ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി അല്ലെ. അതെ. അപ്പൊ ഈ ശമൂവേലിന്റെ അപ്പനും കർത്താവിന്റെ ദാസൻ കൂടി പ്രവർത്തിച്ച യേശുവിന്റെ അപ്പനും ഒരാളാണെങ്കിൽ അച്ചായനും യേശു എന്നുള്ള ബന്ധനാ പറഞ്ഞോ. മടിയുണ്ടോ? യേശു നമുക്കാരും പഠിക്കില്ല. ഇത് നാമം പറഞ്ഞു നടക്കണില്ല. നാമം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് അപ്പോസ്തലന്മാരുടെ 2:38 വെച്ച് മറ്റുള്ളവരെ കുത്താൻ നടക്കാൻ അല്ലായി പറയണേ. അതല്ല നാമം. നാമം ഗ്രഹിച്ചവൻ, നാമത്തിലുള്ള ഉപദേശം പഠിച്ചവൻ, നാമത്തിലുള്ള ഉപദേശത്താൽ പാപമോചനം പ്രാപിച്ചവൻ ധൈര്യമായിട്ട് പറയും. ധൈര്യമായിട്ട്. അവിടെ പറയുകയാണ്, വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവനും ഒരുവനാണ് പിതാവ്. അത് എടുത്തു വായിച്ചേ. ഇതിന്റെ പ്രലേഖനാണോ 2-ന്റെ? വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. എബ്രായർ 2:11 ഒരുവനല്ലോ പിതാവ്. അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ. ഓ എന്താ ഓർക്കണം, അവൻ ആരാന്ന് ഓർക്കണം. അവൻ ആരാന്ന് ഓർക്കണം. അവൻ നമ്മളെ സഹോദരൻ വിളിക്കാൻ എന്ത് ചെയ്തില്ല. ഒരു ബസ് സ്റ്റാൻഡ് വെച്ച് ഒരാള് വേറെ ആള് വിളിക്കാം, വർഗീസേട്ടാ എന്നാ വിശേഷം. വർഗീസേട്ടന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആരാണ്? നീ എന്നാ എന്റെ അനിയനായി, ഞാനിങ്ങനെ നിന്റെ ചേട്ടനായി, നിനക്ക് ഞാനൊന്നും എന്ത് ബന്ധം? ദൈവം ആവശ്യമില്ലാത്ത കാര്യം. നിസ്സാരം ചേട്ടാന്ന് വിളിച്ചാ കാരണം അറിയാം. എന്തോ ഒരു മോശപ്പെട്ട കേസിൽ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയുള്ളൂ.
2 ദിവസം അയാൾ ഇറങ്ങിയിട്ട്. അപ്പൊ അല്ലേ അവൻ ചേട്ടാന്ന് വിളിക്കുമ്പോ ചേട്ടൻ ഇവൻ എന്ത് ചെയ്യുന്നു? കള്ളനൊക്കെ എന്നെ എന്നാ ചേട്ടാന്ന് വിളിക്കാൻ. നമ്മൾ ചേട്ടാന്ന് വിളിക്കുമ്പോ യേശു ലജ്ജിക്കാതിരിക്കുന്നെങ്കിൽ അവന്റെ കരുണയും കൃപയും അവന്റെ കൃപയൊന്നു മാത്രമാണ്. കർത്താവ് പറയാണ്, ഞാനാണ് വിശദീകരിച്ചത്, എന്റെ അപ്പനും അവന്റെ അപ്പനും ഒന്നാണ്, അതുകൊണ്ട് ഞാൻ അവനെ സഹോദരൻ വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. കർത്താവ് തീർന്നിട്ടില്ല. ഇങ്ങനെ വന്നു. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നാമം അവകാശമാക്കി, നാമത്തിൽ വളർച്ചാ പൂർത്തീകരണം പ്രാപിച്ചു. അടുത്ത വായിച്ചു. കർത്താവ് ആർക്കെല്ലാം നാമത്തെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ, നാമം കർത്താവിനാൽ വെളിപ്പെട്ടവൻ യേശുവിന്റെ സഹോദരനാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് അത് വെളിപ്പെടാതെ എഴുന്നേറ്റ് പോവില്ല. ഒരാള് ഈ കാര്യത്തിന്റെ പൊരുൾ അറിഞ്ഞിട്ട് ഒരു തൊഴിലൊക്കെ ഉള്ള ഒരാളാണ്. 4 ദിവസം ഞാനിത് അറിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്ക് അത് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞതുപോലെ പലരും പല വാക്കല്ലേ, എനിക്കിത് മനസ്സിലാകണം. 4 ദിവസം, 1, 2, 3, 4-ാമത്തെ ദിവസം കർത്താവിന് കരുണ തോന്നുന്നു പറഞ്ഞതാ. 4-ാമത്തെ ദിവസം ആ മനുഷ്യൻ അത് വെളിപ്പെടും. ഇന്ന് ഇരിക്കുന്നവരിൽ ഒരാളുടെ ഉള്ളിൽ അന്തർഭാഗത്ത് ഈ നാമം ഒന്ന് വെളിപ്പെട്ട് യേശുവിന്റെ സഹോദരനായി തീർന്നാൽ ഈ ശുശ്രൂഷ കൊണ്ട് എന്ത് ലാഭമാണ്? അവനവരെ സഹോദരന്മാർ വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. അവരിന്ന് എവിടെ ഇരിക്കുന്നേ? സിയോനില്. പ്രത്യാശ എവിടെയാ? നമ്മൾ സിയോൻ സഞ്ചാരികളാ. നമ്മൾ കടന്നു പോകുന്നത് സിയോനിലേക്കാണ്. കർത്താവ് എവിടെ ഇരിക്കുന്നു? സ്വർഗാദി സ്വർഗത്തിൽ ദൈവ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. നമ്മുടെ നമ്മുടെ അവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ? വായിക്കടുത്തത് വായിക്ക്. ഇത് ഏതുവായി? അവരവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കുമെന്നും സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ ഒന്ന് നോക്കി, ദൈവമേ എവിടെ ഇരിക്കുന്നു? സ്വർഗാദി സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്നു. ഒന്നും മടിച്ച് ആരും മടിക്കും. അവൻ വന്നു, കൈക്ക് പിടിച്ചു. എന്ത് പറഞ്ഞു? ഇതാ ഞാനും എന്റെ ദൈവം എനിക്ക് തന്ന മക്കൾ. എങ്ങോട്ട് കൊണ്ടുപോകും? എവിടെ ഇരുന്നു? താനിരിക്കുന്ന ഇടത്ത്. അതെവിടെയാ? 3:21 വായിക്കേ. വെളിപ്പാട് 3:21 വേഗം വായിക്കേ. 3:21 ജയിച്ചു വരുന്നവൻ അവൻ സങ്കോചപ്പെട്ട് നിൽക്കുമ്പോ അങ്ങനെയല്ല, സഹോദരനെ വിളിക്കാൻ ലജ്ജിക്കാത്ത ജ്യേഷ്ഠൻ വന്ന് അനിയ വാ, ഇതാ ഞാനും
എന്റെ ദൈവം എനിക്ക് തന്ന മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് കയറും? സിംഹാസനത്തിലേക്ക്. കർത്താവിന്റെ നാമത്തിൽ സാധിക്കുന്നത് എന്തെന്ന്, കർത്താവിന്റെ നാമത്തിൽ കർത്താവ് തരുന്നത് എന്തെന്ന് തിരുവെഴുത്തിനും പ്രകാരം പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുക. പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുക. തെറ്റില്ല, തെറ്റില്ല. വിശ്വാസം വിൽക്കുകയില്ല, നാമം വിൽക്കുകയില്ല. നമുക്ക് ഇത്ര വലിയൊരു വാഗ്ദാനമാണ് കർത്താവിന്റെ നാമത്തിൽ നൽകിയിരിക്കുന്നത്. അത് പ്രാപിപ്പാൻ കർത്താവിന്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താദാസന്മാരിലേക്ക് കൈമാറുന്നു. ഏതെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. ഇതിനെ സംബന്ധിച്ച് കൂടി ചാർട്ട് ചെയ്യാൻ വരാം. അത് പള്ളിയിൽ അതിനെ കിട്ടും. അപ്പോൾ നാളെ നിങ്ങൾക്ക് നോക്കി അത് ഗ്രഹിക്കുകയും ചെയ്യാം. പരിശുദ്ധനായ ദൈവം ഈ വിഷയത്തിൽ പ്രവർത്തിക്കട്ടെ. യേശുവേ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ദൈവമേ, പകൽക്കാലം കർത്താവേ എത്രത്തോളം കർത്താവ് നാമത്തെ അടിക്ക് വെളിപ്പെടുത്തരുവാനും കർത്താവേ ദൈവങ്ങളുടെ സോദരനായി കർത്താവേ ദൈവമേ കർത്താവേ നിന്നോടുകൂടി ഇരുത്തുവാൻ കർത്താവേ അടിയങ്ങളെ ഈ ഏഴകളും കുടികളുമാകുന്ന അടികളെയും വിളിച്ച് കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാമത്തെ അധികമായിട്ട് അടിങ്ങൾ വെളിപ്പെട്ടിട്ടുവാൻ കർത്താവ് സഹായിക്കണം. പരിജ്ഞാനക്കുറവുകൾ ജ്ഞാനക്കുറവുകളൊക്കെയും ഉണ്ട് കർത്താവേ. നിന്റെ സഹോദരന്മാരായി തിരുവാന്തക്കണം. നാമത്തെ അധികമായിട്ട് അടികൾ വെളിപ്പെടുത്തരണം. ആഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ശക്തി നൽകണം. സഭയ്ക്ക് കർത്താവേ നല്ല കൃപ കർത്താവ് നൽകണം. അനേകർ കർത്താവ് നാമത്തെ വഹിച്ചുകൊണ്ട് കർത്താവെ നാമത്തെ വിശ്വസ്ത സാക്ഷികളായി തീരുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരം ഒക്കെയും കർത്താവ് ഇടയാക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. സർക്കാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളുള്ള കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഏതോ കേൾക്കുമാറാകണമേ. ദൈവനാമത്തെ ഈ സമയം വരെയും ദൈവത്തിന്റെ ഭയത്തിലൂടെ കർത്താവിന്റെ നാമത്തെക്കുറിച്ചുള്ള ദൈവികമായ ജ്ഞാനത്തെ